ഹലോ ഗൈസ്, നോക്കണ്ട, ഞാനിപ്പോൾ വരും. ഞാനൊന്ന് ആവി പിടിക്കുന്നതാണ്. കാരണം ഇവിടുത്തെ വിൻ്റർ മാറി സമ്മർ ആവണതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ജലദോഷവും പനിയുടെ ഒരു കോളുണ്ടോ എന്നൊരു ഡൗട്ട്. അത് വേഗം മാറ്റാൻ വേണ്ടിയിട്ടാണ് അതൊരു പ്രിക്കോഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേഗം റെഡിയായി ക്ലാസ്സിലേക്ക് വന്നു. പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുന്നതാണ്. ഞാൻ, അബി, അൻസ, അഞ്ജലി എല്ലാവരും ഉണ്ട്. എല്ലാവരും വർക്ക് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഓരോരോ പരിപാടികൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. പുറത്താണെങ്കിൽ നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുള്ളൂ സമ്മറായെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ആഴ്ച ഫുള്ള് മഴയാണ്. മഴയോട് മഴ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒടുക്കത്തെ മഴയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ പ്ലാനിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത്, അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ, അൻസ കൊണ്ടുവന്ന പൈനാപ്പിൾ, ഹായ് പൈനാപ്പിൾ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി തിന്നണ അഞ്ജലിനെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം പ്ലാനിട്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കാണാൻ പോകാമെന്നും പറഞ്ഞ് അബി കുറേ നാളായി വിളിക്കണം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചു, എന്നാൽ ഇന്ന് പോകാം, ഈ മഴയെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. സുബേർക്കാണെങ്കിൽ വർക്ക് ഇന്ന് വൈകുന്നേരമില്ല. അപ്പോൾ സുബേർക്ക വീട്ടിൽ നിന്ന് നേരെ തിയേറ്ററിലേക്ക് വരും. നമ്മളും നേരെ തിയേറ്ററിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ ഡി ബോക്സ് എന്ന് പറഞ്ഞ സീറ്റാണ് കേട്ടോ എടുത്തത്. അതെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ 4DX, നമ്മുടെ നാട്ടിലെ 4DX പോലെ നമുക്ക് എന്താ സീറ്റൊക്കെ ഇരുന്ന് കുലുങ്ങും ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൂട്ടിയിടാം കുറച്ചുകൂടാം. പക്ഷേ റീക്ലൈനർ പോലത്തെ സീറ്റല്ല, ജസ്റ്റ് കാലൊന്നും നീട്ടി വെച്ചിരിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഇരുന്ന് കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ചെയ്യാം. മഞ്ഞും മഴയൊന്നും പെയ്യൂല, ജസ്റ്റ് കുലുക്കം മാത്രം. എൻ്റെ പൊന്നേ, സിനിമ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഒടുക്കത്തെ പേടി. എനിക്ക് പ്രേതങ്ങളുടെ സിനിമ ഇത്രയും പേടിയില്ല, പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല, നേരെ വന്ന് കിടന്നുറങ്ങിയത് മാത്രം ഓർമ്മയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.